ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഖബറിലെ നീണ്ട കാലങ്ങൾക്ക് ശേഷം ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരൊക്കെ പറയും. സൂര്യൻ മനുഷ്യരിലേക്ക് അടുക്കും. മനുഷ്യരെല്ലാവരും ആ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താഴെ നിൽക്കും. ആ മഹ്ശറിൽ നമ്മളൊക്കെ വസ്ത്രമില്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം വസ്ത്രമില്ലാത്ത ഒരുമിച്ച് കൂടലായിരിക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷാ ബീവി ചോദിച്ച, അള്ളാഹുവിന്റെ റസൂലേ, ആളുകൾ പരസ്പരം നോക്കൂലേ? അന്ന് പരസ്പരം നോക്കിപ്പോകില്ലേ? ആയിഷ, ആ ദിവസത്തെ പറ്റി എന്താണ് നീ മനസ്സിലാക്കിയത്? ഒരാളും അങ്ങനെ ഒരു വികാരത്തിലല്ല. സാധാരണ നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള ഒരു വിഷയമല്ല ഇന്ന് സംസാരിക്കുന്നത്. എല്ലാ ദിവസവും കുറച്ച് കാര്യവും കുറച്ച് തമാശയും കളിയും ചിരിയും കമൻറ്റ് ബോക്സിൽ ചില കുശലവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ പോകാറുള്ളതെങ്കിൽ, ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, പേടിയുള്ളവർ, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭയം അലട്ടാറുള്ളവർ, ചെറിയ കുട്ടികൾ, അവരൊന്നും ഈ വീഡിയോ ദയവ് ഇത് കാണരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതൊരു പക്ഷേ നിങ്ങളെപ്പോൾ എത്തി നിൽക്കുന്ന ബോധ്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇസ്ലാമിനകത്ത് ജനിക്കുകയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ചിന്തിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ തിരിച്ച് ഇസ്ലാമിലേക്ക് പോകാൻ ഒരു ധൃതി കാണിച്ചേക്കാം. അപ്പം അങ്ങനെ സംഭവിക്കുമെന്ന് പേടിയുള്ളവരും ഇന്ന് ഈ വീഡിയോ കാണണ്ട. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഓരോരുത്തരും, ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ എല്ലാ ദിവസവും 24/7 ആലോചിച്ച് ആശങ്കപ്പെട്ട് വേവലാതി പൂണ്ട് അങ്ങനെ ജീവിക്കുന്ന, വളരെ ഭീതിതമായ, വരാനിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. ഞാൻ പറയുമ്പോൾ ചെറിയ തമാശ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് സീരിയസ് ആയിട്ട് കേൾക്കേണ്ടതും സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതും ആണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും ആദ്യമേ എനിക്കൊരു ഉറപ്പ് തരണം, ഇന്ന് ഈ വീഡിയോ കാണുന്നതിനിടയിൽ ചിരിക്കില്ല. അങ്ങനെ ഞാൻ ചിരിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം. കാരണം നമ്മൾ മഹ്ശറയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മരണാനന്തരം മനുഷ്യരൊക്കെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം, അന്നത്തെ മനുഷ്യന്റെ ആശങ്കയും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ കാലാവസ്ഥയും ഊഷ്മാവും തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ലൈവായിട്ട് നമുക്ക് അവിടെ നിന്നുള്ള ചില വിശേഷങ്ങൾ പങ്കുവെച്ച് തരികയാണ് ഒരു ഉസ്താദ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് പറയുന്നതിനിടയിൽ ഒരിക്കലും തമാശ കാണിക്കരുത്. തമാശയായിട്ട് ഇതിനെ എടുക്കൂല എന്ന് ഉറപ്പുള്ളവരും ചിരിക്കൂല എന്ന് ഉറപ്പുള്ളവരും മാത്രം ഇന്ന് വീഡിയോ കണ്ടാൽ മതി. ഞാൻ സാധാരണ ഇതിലങ്ങനെ പറയാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ളവർ മാത്രം ദയവ് ചെയ്തിട്ട്, ചിരിക്കൂല എന്ന് ഉറപ്പുള്ളവർ ഞാൻ ചിരിക്കൂല എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് പാലിക്കുകയും വേണം. അത് പാലിക്കാൻ വേണ്ടി നമ്മളിവിടെ അഡ്മിൻസിലെ ചില ആളുകളെ ഏർപ്പാടാക്കണം, പ്രത്യേകിച്ച് ജിജേഷിന്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകൾ ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കണം. വളരെ സീരിയസ് ആയിട്ട് മാത്രം ഇന്നത്തെ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ പറഞ്ഞ നിബന്ധനകളൊക്കെ എല്ലാവരും പാലിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഉസ്താദേ, നമുക്ക് പോവാം. എല്ലാവരും ആശങ്കയിലാണ്. എല്ലാവരുടെ മുഖങ്ങളിലും ഭീതിയായിരിക്കും. എന്താണ് ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഖാലു, അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ എന്ന് ആ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആർക്കാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകാന്നുള്ള വലിയ ആശങ്കയിലായിരിക്കും എല്ലാവരും. അത്തരമൊരവസ്ഥയെക്കുറിച്ചാണ് ഉസ്താദ് നമ്മളോടൊന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്, ചിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ ഇപ്പോഴേ ചിരിക്കാനുള്ളൊരു ടെൻഡൻസി കാണിച്ചു തുടങ്ങുന്നു. അതൊക്കെ ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാലം വരും. ആ കാലത്തെക്കുറിച്ചുള്ള ചില എന്താ പറയുക, തത്സമയ വിവരണം ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മരണം കഴിഞ്ഞു, എല്ലാവരും ഖബറിൽ ഇങ്ങനെ കിടന്നു. ഖബറിൽ എത്ര കാലം കിടക്കും എന്നുള്ളതൊക്കെ വേറെ ചോദ്യം. എന്തായാലും ഖബറിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ, പ്രഭാതമാണോ ഒന്നും അറിയില്ല, കാരണം സൂര്യനൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അതിനുശേഷം നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഖബറിൽ നിന്ന് കണ്ണു തിരുമ്മി പുറത്തു വന്ന് മൂരി നിവർന്ന് കോട്ടുമായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കും, അല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നാണല്ലോ വിചാരിച്ചിരുന്നത്,
ഇതിപ്പോൾ ആരാണ് നമ്മളെ ഈ മരണത്തിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് വീണ്ടും എഴുന്നേൽപ്പിച്ചത്, ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ആരാണ് നമ്മളോട് ഈ കൊടും ചതി ചെയ്തത് എന്നവരിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് എന്ന് ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരൊക്കെ പറയും. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മരിച്ചും കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ ഉസ്താദേ എന്ന്. ശ്രദ്ധിക്കുക, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതമല്ല. നമ്മുടെ യഥാർത്ഥ ജീവിതം വാസ്തവത്തിൽ മരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഉസ്താദ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനാണ് ഉള്ളതാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഉസ്താദ് ഇപ്പൊ ഇത് പറയുന്നത് എന്നല്ലേ? അത് മനസ്സിലാവാതെ കമന്റ് ബോക്സിൽ ഇരുന്ന് ചിരിക്കുന്നവരോടും സ്മൈലി ഇടുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഉസ്താദ് പറഞ്ഞു തരും. ഖബറിലെ നീണ്ട കാലങ്ങൾക്ക് ശേഷം, ഖബറിൽ അനന്തമായ ജീവിതത്തിനു ശേഷം. എന്താ ഉസ്താദ് നിങ്ങൾ പറയണേ? ഖബറിൽ അനന്തമായ ജീവിതമല്ലല്ലോ. ഖബറിലെ ജീവിതത്തിന്റെ അനന്തത കഴിഞ്ഞിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ ഖബറിലെ ജീവിതം എങ്ങനെ അനന്തമാകും? കാര്യാക്കണ്ടല്ലോ. നമ്മൾ ലഫ്ലാർത്ഥത്തിൽ പിടിച്ച ഉസ്താദിന്റെ ആ ഫ്ലോ കളയണ്ട. യു കണ്ടിന്യൂ ഉസ്താദ്. പിന്നീട് നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം. അപ്പൊ ഖബറിൽ നമ്മളെ വിശ്രമം കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസത്തിന്റെ ഏതാനും ചില പ്രത്യേകതകൾ ഉസ്താദ് നമുക്ക് വേണ്ടി പറയും. സീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഉസ്താദ് പേടിപ്പിക്കാൻ പറയുന്നതാണ്. ഇവിടെ കുത്തിയിരുന്ന് ചിരിക്കരുത് നമുക്കുകളെ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് പരസ്പരം നമുക്ക് ബാധ്യതകളുണ്ട്, പരസ്പരം സ്നേഹമുണ്ട്, പരസ്പരം കാരുണ്യമുണ്ട്, പരസ്പരം കണ്ടാൽ കുശലാന്വേഷണങ്ങളുണ്ട്. അതൊന്നുമില്ലാത്തൊരു ദിവസം, മുഖത്തോട് മുഖം നോക്കാത്ത ദിവസം, ഒരാളും ഒരാളെയും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം. അത് വല്ലാത്തൊരു ദിവസമായിരിക്കും അല്ലേ? കഴിഞ്ഞിട്ടില്ല. ആ ദിവസത്തിന്റെ ഇനിയും കുറെ പ്രത്യേകതകളുണ്ട്. അന്ന് അവർ പറയും ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. റബ്ബിന്റെ വാഗ്ദാനം പുലർന്നിരിക്കുന്നു. അന്നിങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിരുന്നു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, കളിയാക്കി. പക്ഷെ ആ റബ്ബിന്റെ വാഗ്ദാനം, ആ സംഭവിക്കുമെന്ന് പറഞ്ഞ ദിവസം ഇതാ വന്നെത്തിയിരിക്കുന്നു. റസൂലുമാര് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ആ ഓട്ടത്തിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നബി പറഞ്ഞു തന്നു, ഖുർആൻ പറഞ്ഞു തന്നു, അക്ബർ സാഹിബ് പറഞ്ഞു തന്നു, സാക്കിർ നായിക്ക് പറഞ്ഞു തന്നു. എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളെ റൂഹ് കൊണ്ട് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നിങ്ങൾ പഠിച്ചോളും എന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും കമന്റ് എഴുതുന്ന സകല വിശ്വാസികളും നമ്മളെ പേടിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ പേടിച്ചില്ല. സകല ഉസ്താദുമാരും രാവും പകലും വയലു പറഞ്ഞ് മരണവും നരകവും ഖബറും ബർസഖയും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബേജാറാക്കി പേടിപ്പിച്ചു. നിങ്ങളതിലൊന്നും കുലുങ്ങിയില്ല. അപ്പൊ നിങ്ങൾ ജബ്ബാർ മാഷിന്റെ വീഡിയോ കണ്ടു, കിയാക്കത്തിന്റെ ലൈവ് റോസ്റ്റും കണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? ആരോ ഒരു കാഹളത്തിലൂതി നമ്മളൊക്കെ പൊടിമണ്ണിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ചുറ്റും നോക്കി. അന്ന് നമ്മൾ കേട്ടതൊന്നും സുഹൃത്തുക്കളെ, കൂട്ടരെ ശരിയായിരുന്നില്ല. ഉസ്താദുമാർ പറഞ്ഞതായിരുന്നു ശരി, നബി പറഞ്ഞതായിരുന്നു ശരി. അന്ന് നമ്മൾ പക്ഷെ അതൊന്നും അംഗീകരിച്ചില്ല. അന്ന് നമ്മളതിനെ തമാശയാക്കി, കളിയാക്കി. പക്ഷെ ഇപ്പൊ നോക്കൂ, നമ്മൾ ആ ലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു രക്ഷയില്ല എന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അന്ന് നെഞ്ചുവിരിച്ചല്ല മനുഷ്യന് നിൽക്കുക. ദുനിയാവിൽ നെഞ്ചുവിരിച്ചാണ്. ഒരാളുടെ മുന്നിലും തോൽക്കാനും, ഒരാളുടെ മുന്നിലും മുട്ടുകൊടുക്കാനും, ഒരാളുടെ മുന്നിലും തലകുനിക്കാനും ഒരുക്കമല്ല. പക്ഷെ നാളെ പരലോകത്ത് മനുഷ്യരുടെ അവസ്ഥ പേടി കാരണം അവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. തല ഉയർത്തി നിൽക്കാൻ, നെഞ്ചുവിരിച്ചു നിൽക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. പേടിച്ച് തല താഴ്ത്തി നിൽക്കും. അതായത് ഈ അഹങ്കാരവും ചിരിയും കളിയൊക്കെ മാറും എന്നർത്ഥം. അപ്പോഴേ പറഞ്ഞതാണ് വേണ്ട, നമുക്ക് ഈ ചിരിയും കളിയും വിളിയും ഒന്നും വേണ്ട. ഉസ്താദുമാർ പറഞ്ഞു തന്നു, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ച് ആലോചിക്കേ. നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിപ്പോകല്ലേ, നിങ്ങൾ മ്യൂസിക്കിന്റെ പിന്നാലെ പോകല്ലേ. മുജാഹിദ് ബാലുശ്ശേരിനെ പോലെയുള്ള ആളുകൾ, മുഹസിൻ ഐദീദിനെ പോലെയുള്ള ആളുകൾ, ഹക്കീം അസ്ഹരിയെ പോലെയുള്ള ആളുകൾ, എന്തിനേറെ പറയുന്നു ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകൾ പോലും നിങ്ങളോട് പറഞ്ഞില്ലേ കൂട്ടരെ ഭൂമിയിലേക്ക് തൂങ്ങല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളതൊന്നും ചെവിക്കൊണ്ടില്ല. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ ആ ദിവസത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയല്ലാതെ വേറെ ഒരു കോലമില്ല. അപ്പൊ അങ്ങനെ ഒരു മഹ്ശറയിൽ എത്തിപ്പെടുമ്പോൾ അവിടെയുള്ള ചില പ്രത്യേകതകൾ കൂടി ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും. ആ മഹ്ശറയുടെ ചില പ്രത്യേകതകൾ.
രാജാവിന്റെയും പണക്കാരന്റെയും നേതാവിന്റെയും എല്ലാവരുടെ മുഖങ്ങളും തല കുനിച്ചു നിൽക്കുകയാണ്. അന്ന് നേതാക്കന്മാരില്ല, അന്ന് രാജാക്കന്മാരില്ല, അന്ന് ഭരണാധികാരികളില്ല, അന്ന് ധനാഢ്യന്മാരില്ല. അന്ന് മലിക്കുൽ മുലൂക്കായ റബ്ബ് മാത്രം, അന്ന് ജബ്ബാർ, അന്ന് മലിക്, ഏകനായ റബ്ബ് മാത്രം. ബാക്കിയുള്ളവരെല്ലാം അബദുകളാണ്, അടിമകളാണ്. അവർ തല കുനിച്ചു നിൽക്കും. നിന്യത അവരുടെ ചുറ്റും വലയം ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നലെ ചെയ്ത തെറ്റുകൾ, ഇന്നലെ ചെയ്ത തോന്നിവാസങ്ങൾ, ഇരുട്ടിലെ അവർ ചെയ്തു കൂട്ടിയ പാപക്കറകൾ അത് അവരുടെ മനസ്സുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഉസ്താദ് പള്ളിയിൽ ഇരുന്നിട്ട് ഖുത്ബ പറയുമ്പോൾ മുന്നിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ വലിയ കച്ചവടക്കാരും അതേപോലെ തന്നെ വലിയ ധനാഢ്യന്മാരും നാട്ടിലെ വലിയ കാരണന്മാരും പലരും ഇങ്ങനെ ഗമയിലിരിക്കുക. ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞു പോയി, ഇപ്പൊ നിങ്ങൾ ഈ അഹങ്കരിച്ചു, ഈ ഗമ കാണിച്ചു, ഈ ഗർവ് നടിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ മഹ്ശറയിൽ എത്തുന്ന ഒരു ദിവസം വരും. അന്ന് ആരുമില്ല, അന്ന് മുതലാളിയില്ല, അന്ന് തൊഴിലാളിയില്ല. അന്ന് പടച്ച തമ്പുരാന്റെ മുന്നിൽ പടച്ചവൻ മാത്രം തല ഉയർത്തി നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ അടിമകളായി തല കുനിഞ്ഞ് കണ്ണ് താഴ്ത്തിയിരിക്കും. അവിടെ രാജാവും പ്രജയും വ്യത്യാസമില്ല, അവിടെ ആരും വ്യത്യാസമില്ല. നിങ്ങൾക്കറിയോ കൂട്ടരെ, ഇസ്ലാമിക മാനവികത എന്ന് പറയുന്ന പല ആയത്തുകളുടെയും ഉദ്ദേശം ഇതാണ്. ഇങ്ങനെ അള്ളാന്റെ അടുത്ത് മഹ്ശറയിൽ അണിനിരത്തപ്പെടുമ്പോൾ, കർമ്മങ്ങൾക്ക് വിലയിടാൻ തീരുമാനിക്കുമ്പോൾ, കച്ചവടത്തിന്റെ കണക്ക് നോക്കുന്നിടത്ത് മാത്രമാണ് പടച്ചോന്റെ മുമ്പിൽ വിവേചനമില്ല എന്നാണ് ഇസ്ലാം പറയുന്നതിന്റെ അർത്ഥം. പലരും വിചാരിച്ചത് അടിമയും ഉടമയും വ്യത്യാസമില്ല, സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു. അത് വലിയ മാനവികതയാണ് എന്ന് തെറ്റിദ്ധരിച്ച പാവം വിശ്വാസികളുണ്ട്. അത് വാസ്തവത്തിൽ ഇവിടെയല്ല, ഇവിടെ അതൊക്കെ ഉണ്ട്. ഇവിടുന്ന് മരിച്ചുപോയി മഹ്ശറയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഈ സിറ്റുവേഷനിലാണ് ആ സംഗതികളൊക്കെ പറയുന്നത്. അവിടെയാണ് ആ സമത്വം ഉള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാത്തിനും മേലെ ഒറ്റ ആളേ ഉള്ളൂ, അത് പടച്ചോനാണ്. ആ പടച്ചോനെ പേടിച്ച് കൂനിക്കൂടി അടിമകളെ പോലെ തലകുമ്പിട്ട് വേവലാതി പൂണ്ട് ബേജാറായി എല്ലാ മനുഷ്യരും നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ നൃത്തത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഭൂമിയും ആകാശവും അന്നു മാറും. ഭൂമിയെ മറ്റൊരു രൂപത്തിലേക്ക് അല്ലാഹു മാറ്റും, ആകാശത്തെയും. ഈ ഭൂമിയുടെ സാഹചര്യങ്ങൾ അല്ലാഹു തആല മാറ്റിക്കളയും. എന്ന് പറഞ്ഞാൽ മഹ്ശറ ഒരുപക്ഷെ ഭൂമി തന്നെയാണോ എന്ന് വേണമെങ്കിൽ പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ഉസ്താദ് പറയുന്നത്. അതായത് ഭൂമിയുടെ കോലം മാറ്റും, ഭൂമി മഹ്ശറയാക്കി പരിണമിച്ചു കളയും. എന്നിട്ട് ചിന്നിച്ചിതറിപ്പോയ തെറിച്ചുപോയ സൂര്യനെ മനുഷ്യന്റെ തലേന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, 50 ഡിഗ്രി 52 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചുട്ടുപൊള്ളുന്നു, AC കയറി കുത്തിയിരിക്കുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, സൂര്യതാപം. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ സൂര്യനെ ചൂട് ഇത്രയും, ഇപ്പൊ മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ ആ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മര്യാദക്കൊരു വീട്, പിന്നെ കുടിലില്ല, സൗകര്യങ്ങളില്ല, എയർ കണ്ടീഷൻ ഇല്ലാത്ത കാലത്ത് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് വെയിലിന്റെ ചൂടിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ. അത്തരം ആളുകളോടൊക്കെ അന്ന് പറഞ്ഞു, ഈ ചൂടൊന്നല്ല കൂട്ടരെ ചൂട്. ഇപ്പൊ സൂര്യൻ കുറെ ദൂരത്തല്ലേ, മരിച്ച് മഹ്ശറയിലെത്തുമ്പോൾ ഈ സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ, ഒരു ചാണെന്നോ മുഴമെന്നോ പരമാവധി 1 മീറ്റർ എന്നോ ഒക്കെ പല അഭിപ്രായങ്ങൾ ഉണ്ട്. എങ്കിലും ഈ ഭൂമിയെയും സൂര്യനെയൊക്കെ കോലം മാറ്റും, ഭൂമിയെ പരത്തും, ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും, സൂര്യനെ മനുഷ്യന്മാരുടെ തലയ്ക്ക് തൊട്ടു മുകളിലേക്ക് കൊണ്ട് വന്ന് സ്ഥാപിക്കപ്പെടും. അള്ളാന്റെ അടുത്ത് എന്തൊക്കെ സംവിധാനം ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അള്ളാന്റെ അടുത്ത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഭൂമിയും കഅബയും അതിന്റെ ചുറ്റുമുള്ളതും മോളിൽ കാണുന്ന ആകാശം, ആ ആകാശങ്ങളുടെ മുകളിൽ വേറൊരു ആകാശം, അതിന്റെ മുകളിൽ വേറൊരു ആകാശം, അങ്ങനെ ഒരു 7 ആകാശം, അവിടെ ഒരു മരവും ഒരു ചെറിയ പള്ളിയും അള്ളാന്റെ അർശും കൂർസും. ഇത്രേ ഉള്ളൂ. വേറെ ഇതിനപ്പുറത്തേക്ക് സൈഡിലേക്കും താഴോട്ടും ഒന്നുള്ള ഇടപാടൊന്നുമില്ല, ഒക്കെ മുകളിലോട്ടുള്ള ഇടപാടും. എന്തായാലും ഇതൊക്കെ സംഭവിക്കും. സൂര്യൻ നമ്മുടെ അടുത്തേക്ക് വരും. സൂര്യനെ അടുപ്പിക്കും. യൗമൽ ഖിയാമ, ആ ദിവസത്തിൽ ഖിയാമത്തു നാളിൽ സൂര്യൻ ഭൂമിയിലേക്ക് അടുക്കും, മനുഷ്യരിലേക്ക് അടുക്കും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മീൽ അകലം മാത്രമായിരിക്കും മനുഷ്യർക്കും സൂര്യനും ഇടയിലുള്ളത്. എന്താണ് ആ മീൽ? പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ വന്നു. അതെന്താണ് എന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, ആ അളവ് എത്രയാണ്. പക്ഷെ നാട്ടിലുള്ള മുഴുവൻ കുട്ടികൾക്കും, ഉസ്താദുമാർക്കും, വീട്ടിലുള്ള ഉമ്മമാർക്കും ഉമ്മുമ്മമാർക്കും വരെ അറിയാം ആ അകലം എത്രയാണ്. ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കും എന്ന് മഹ്ശറയിലെ സൂര്യനും മനുഷ്യന്റെ തലയും തമ്മിലുള്ള അകലം അറിയാത്ത ഒരു മനുഷ്യനുമില്ല. ഇനി കിതാബിൽ എന്താണ് എന്നുള്ളതല്ല, മനുഷ്യരുടെ മനസ്സിലുള്ള അകലം ഒരു ചാണാണ്. അപ്പൊ 6 അടി 6.5 അടി പൊക്കമുള്ളവനും 3.5 അടി 4 അടി പൊക്കമുള്ളവർക്കൊക്കെ ഒരു ചാണകലത്തിൽ കൃത്യമായിട്ട് എങ്ങനെ സൂര്യനെ കൊണ്ട് സ്ഥാപിക്കും എന്നൊന്നും ചോദിച്ചു പോകരുത്. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ശരിയല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞു വരുമ്പോഴും നിങ്ങൾക്ക് തമാശ ചോദ്യങ്ങൾ, പപ്പു പണ്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ തമാശാക്കുക എന്നാണ് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കരുത്, നിങ്ങൾ കേട്ടിരിക്കുക.
അപ്പൊ സൂര്യൻ ഏതാണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിലെത്തി. സൂര്യൻ മനുഷ്യരിലേക്ക് അടുക്കും. മനുഷ്യരെല്ലാവരും ആ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താഴെ നിൽക്കും. ഓരോരുത്തരും അവരുടെ അമലുകൾക്കനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കും. അന്നുള്ള തണൽ, ആ ദിവസത്തിലെ തണുപ്പ് ഓരോരുത്തരുടെ അമലുകൾക്കനുസരിച്ചാണ്. നിങ്ങൾ നോക്കണം, അള്ളാന്റെ കുദ്റത്ത് നോക്കണം. മനുഷ്യന്മാരൊക്കെ നിരന്നു നിൽക്കും, സൂര്യൻ ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കും, താഴെ മനുഷ്യരിങ്ങനെ നിൽക്കും വേവലാതിപ്പെട്ട്. അവിടെ മനുഷ്യൻ വിയർക്കും. ആലോചിക്കണം, ഒരു ചാൺ മുകളിൽ നിൽക്കുന്ന സൂര്യന് താഴെ നിന്ന് മനുഷ്യർ വിയർക്കും. ആ വിയർപ്പിന്റെ അളവ് ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരേ സൂര്യന് കീഴിൽ എല്ലാവരും നിരന്നു നിൽക്കുകയും പല ആളുകൾ പല അളവിൽ വിയർക്കുകയും പല ആളുകൾ പല അളവിലുള്ള വിയർപ്പുകളിൽ നിൽക്കുകയും ചെയ്യും. അതെങ്ങനെയായിരിക്കും എന്നൊന്നും ചോദിച്ച് അള്ളാഹുവിന്റെ കഴിവിനെ നിങ്ങൾ കുറച്ച് കാണരുത്. ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ അതെങ്ങനെ എന്ന് യുക്തിഭദ്രമായ ആലോചനയിലേക്ക് പോകരുത്. വീണ്ടും പറയുന്നു, ഇത് മഹ്ശറയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കമന്റ് ബോക്സിൽ കുഞ്ഞാലൻകുട്ടി ശരിയായി പറഞ്ഞതുപോലെ നമ്മളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കിതാബിലൂടെ രേഖപ്പെടുത്തിയത് ഉസ്താദ് നമുക്കായി വിവരിച്ചു തരുന്നതിന് അള്ളാഹ് ഹിദായത്ത് നൽകട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അപ്പൊ അങ്ങനെ പലർക്കും പലതരത്തിലുള്ള തണലായിരിക്കും, പലർക്കും പലതരത്തിലുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുക, പലർക്കും പലതരത്തിലുള്ള വിയർപ്പായിരിക്കും. പലരുടെയും ശരീരത്തിൽ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് വിയർപ്പ് എത്രത്തോളം വിയർപ്പിൽ അവർ മുങ്ങി നിൽക്കും എന്നതും അവരവരുടെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. അത് അള്ളാഹുവിന്റെ സർവശക്തൻ എന്ന വിശേഷണത്തിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് അള്ളാഹ് പരിഗണിക്കുക. ദയവീത് അങ്ങനെയൊന്നും ചോദിക്കരുത്. തിന്മകൾ കൂടിയ മനുഷ്യർ അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കും. എത്രത്തോളം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ, എത്രത്തോളം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചുവോ അതിനനുസരിച്ചുകൊണ്ട് അവിടെ എളുപ്പമുണ്ടായിരിക്കും. ചില ആളുകൾക്ക് കഅബ് വരെ, ഇല റുക്ബതൈ, അതുപോലെ ഇലൽ ഹഖ്വൈ, ചില ആളുകളുടെ ഞെരിയാണി വരെ, ചില ആളുകളുടെ മുട്ടുവരെ, ചില ആളുകളുടെ അര വരെ, ചില ആളുകളുടെ മുഖം വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും ആ ദിവസത്തിന്റെ പ്രത്യേകത. അന്ന് സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അന്ന് നിങ്ങളിപ്പോൾ ലൈവിൽ കേട്ടോണ്ടിരിക്കുന്ന ആളും ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് കൂട്ടരെ ഇപ്പൊ ആലോചിച്ചോളി, തീരുമാനിച്ചോളി. ഈ മഹ്ശറയിൽ ഒരു ചാൺ സൂര്യന്റെ താഴെ നിന്ന് വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ വിയർപ്പ് എത്ര വരെ വേണം എന്നും തണൽ എത്ര കിട്ടണം എന്നും ഒക്കെ നിങ്ങളുടെ വിശ്വാസത്തിനും അമലിനും പ്രവർത്തിക്കും അനുസരിച്ചായിരിക്കും. വിശ്വാസം എന്താ, അമൽ എന്താന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പേടിയാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും ഇപ്പോഴും ഇതിനെയൊക്കെ തമാശയായി കാണുന്ന ആളുകളെ കാണുമ്പോൾ എന്താ അവരുടെ കാര്യം ആലോചിച്ചിട്ട് വിഷമം തോന്നുന്നു എന്നാണ് ഉസ്താദ് എന്നോട് ഇപ്പൊ പറഞ്ഞത്. ആ മഹ്ശറിൽ നമ്മളൊക്കെ വസ്ത്രമില്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എന്തൊരു കഷ്ടല്ലേ! ആ കഫൻ തുണിമെന്ന് ഒരു പൊട്ട്, ഒരു ഇത്തിരി പോന്ന ഒരു പൊട്ട്, ഒരു ചെറിയ പീസ്, അതെങ്കിലും ചെതലുകൾക്ക് തിന്നാതെ ബാക്കിയാക്കി വെച്ചൂടെ പഠിച്ചോനെ ഖബറിൽ. എത്രയോ കാലം മണ്ണിൽ ഇങ്ങനെ നമ്മൾ ആ മല്ല് തുണിയിൽ, കോറത്തുണിയിൽ കിടന്നിട്ട് അതൊക്കെ ചെതല് തിന്നുപോയി, തുണിയും മണിയൊന്നുമില്ല. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉടുതുണി ഇല്ലാതെ ആളുകൾ ഇങ്ങനെ എല്ലാവരും നിൽക്കും. ആരൊക്കെ നിൽക്കും? ആദം നബി മുതൽ നിങ്ങൾ ആലോചിക്കണം, മുഹമ്മദ് നബി ഉൾപ്പെടെ എല്ലാവരും, നമ്മൾ ടി വിയിലും വീഡിയോയിലും കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള സകല മനുഷ്യന്മാരും ഉടുതുണി ഇല്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നിർത്തും. ഇത് കേട്ടപ്പോൾ ആയിഷ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ മുഹമ്മദ് നബി ഇത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആയിഷക്ക് ഒരു കൗതുകം. മുഹമ്മദ് നബിന്റെ കൂടെ ജീവിച്ചതുകൊണ്ടാണോ, മുഹമ്മദ് നബിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണോ? ആയിഷ ചോദിച്ചു, അല്ല മൂപ്പരെ, അപ്പൊ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല, ആയിഷ ചോദിച്ചാണ് ഉസ്താദ് പറയേണ്ടത്. വസ്ത്രമില്ലാത്ത ഒരുമിച്ചു കൂടലായിരിക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ച, അള്ളാഹുവിന്റെ റസൂലേ, ആളുകൾ പരസ്പരം നോക്കൂലേ? അന്ന് പരസ്പരം നോക്കിപ്പോകില്ലേ? സ്വാഭാവികം. ആയിഷ ചെറിയ കുട്ടിയാണല്ലോ അന്ന്. ആയിഷക്ക് ഒരു അറിയാനുള്ള കൗതുകം, ആരും ഉടുതുണിയൊന്നും ഇല്ലാതെ അവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ അതൊക്കെ ആൾക്കാർ അങ്ങോട്ട് നോക്കൂലേ? ഇപ്പൊ നമ്മൾ ഔറത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ വ്യാജാലനായി സംസാരിച്ച് സകലര് ഹിജാബിടും പർദ്ദയിട്ടൊക്കെ നിന്നിട്ട് ഈ മഹ്ശറിയിൽ പോയിട്ട് ആളുകൾ ഇങ്ങനെ ലോകത്തുള്ള സകല മനുഷ്യന്മാരുടെ മുന്നിൽ ഇങ്ങനെ ഉടുതുണി ഇല്ലാതൊക്കെ ഇങ്ങനെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ചിലല്ലേ, അതൊക്കെ ഇത്തിരി മോശമല്ലേ എന്ന്. അപ്പൊ നബി പറഞ്ഞു, പൊന്നാരൻ്റെ ആയിഷ, എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പറഞ്ഞ ഈ സീനൊക്കെ വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ അവസ്ഥകളൊക്കെ വിശദീകരിച്ചിട്ടും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കൂല. അത്തരം വികാരങ്ങളൊന്നും മഹ്ശറിൽ മനുഷ്യർക്ക് ഉണ്ടാവൂല.
ആയിഷ ഒന്നുകൊണ്ടും ബേജാറാവണ്ട എന്ന് മുഹമ്മദ് നബി മറുപടി പറഞ്ഞു. ആയിഷ, ആ ദിവസത്തെ പറ്റി എന്താണ് നീ മനസ്സിലാക്കിയത്? ഒരാളും അങ്ങനെ ഒരു വികാരത്തിലല്ല. ഒരാളും എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളും അങ്ങനെ ഒരു വികാരത്തിലായിരിക്കില്ല. ആരാണിത് പറയണമെന്ന് ആലോചിക്കണം. യുദ്ധഭൂമിയിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധവേളയിൽ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആള്, യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോഴും ആ വിശ്രമവേളകളിൽ പോലും ശരിയായ വിശ്രമം ലഭിക്കാതിരുന്ന മഹാൻ ആള് പറയാണ്, അന്ന് ആർക്കും അത്തരം ചിന്തകളൊന്നും ഉണ്ടായിരിക്കില്ല. മുഹമ്മദ് നബി അത് പറയണമെങ്കിൽ ആ ദിവസത്തിന്റെ അവസ്ഥ എത്രയായിരിക്കണം? മുഹമ്മദ് നബി അത് പറയണമെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കും. ഓരോരുത്തരും ബേജാറിലാണ്. അവനവന്റെ അവസ്ഥ എന്തായിരിക്കും? ഉമ്മയെയും ഉപ്പയെയും സഹോദരന്മാരെയും കണ്ടാൽ പേടിച്ചോടുന്ന ദിവസം. ഉമ്മയുണ്ടരികിൽ, നൊന്തു പ്രസവിച്ച മാതാവുണ്ടരികിൽ. ഉമ്മ മരിച്ചപ്പോ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്നുകൂടെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിലെന്ന്? ഉപ്പ മരണപ്പെട്ടപ്പോൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്നുകൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്? നമ്മുടെ ചെറിയ മക്കൾ മരണപ്പെട്ടപ്പോൾ കൊതിച്ചിട്ടില്ലേ ഒന്നുകൂടെ അവരെ ഒന്ന് കാണാൻ, അവരെ ഒന്ന് ലാളിക്കാൻ? എന്നാൽ കണ്ടുമുട്ടും. പക്ഷേ മഹ്ശറയിലായിരിക്കും നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞ് സ്വന്തം നഫ്സിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാതെ നഗ്നരായി ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സൂര്യന് താഴെ നെട്ടോട്ടത്തിലാണ് മനുഷ്യര്. അവിടെ ഉമ്മാനെയും ബാപ്പാനെയും മക്കളെയും ഒക്കെ കണ്ടുമുട്ടും, കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടും. പക്ഷെ ഓലൊന്നും നോക്കാനോ ഓലോടൊന്നൊരു സലാം പറയാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ ആയിരിക്കൂല നമ്മൾ. കാരണം അത് മഹ്ശറയാണ്. മഹ്ശറിൽ നമ്മുടെ ഉമ്മയെ നമ്മൾ കണ്ടുമുട്ടും. അവരുടെ മരണത്തിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് ഉമ്മ എന്ന് ഒരാളുടെ ചുണ്ടിൽ നിന്നും വരികയില്ല, ഉപ്പ എന്ന് ഒരാളുടെ ചുണ്ടിൽ നിന്നും വരികയില്ല. ഒന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, ഒന്ന് മുഖത്തോട് മുഖം നോക്കാൻ ഒരാളും അതിനു തയ്യാറാകാത്ത ദിവസം. ഓരോരുത്തരും സ്വന്തം അമലുകളെ കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുന്ന ദിവസം. ഈസാ നബി അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമയോട് അവരുടെ അരികിലേക്കൊന്നു നിൽക്കാൻ, അവരുടെ മുഖത്തേക്കൊന്നു നോക്കാൻ സമയം കണ്ടെത്താത്ത ദിവസം. അതാണ് മഹ്ശർ. മനസ്സിലാക്കിക്കോളി മഹ്ശറിന്റെ കാര്യം. അപ്പൊ മഹ്ശറിൽ ആകെ നിങ്ങൾക്ക് തണലാവുന്നത് ഇവിടെ നിങ്ങൾ ചെയ്ത അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്. മിക്കവാറും ഇത് പള്ളിയില് വെള്ളിയാഴ്ച ഖുതുബക്കാണ് പറയാ, അല്ലെങ്കിൽ ഇത് വലിയ വയലു പരിപാടിക്ക്, അതായത് പള്ളി പരിപാലനത്തിനോ മദ്രസ പരിപാലനത്തിനോ പള്ളിക്ക് ഓഡിറ്റോറിയം നിർമ്മിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹൗദും കര നന്നാക്കാനോ ഒക്കെയുള്ള ധനസമാഹരണാർത്ഥം നടക്കുന്ന വയലു പരമ്പരയുടെ അവസാനത്തെ ദിവസത്തെ ദുആ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരം ഭീകരമായ മഹ്ശറയും ഖബറും വയല് ഉണ്ടാവുക. എന്തിനാന്ന് വെച്ചാൽ ഈ മഹ്ശറയിലെ ഈ കാഠിന്യം കുറക്കാൻ നിങ്ങൾക്കാകെ ബാക്കിയാവുക നിങ്ങൾ കൊടുക്കുന്ന ജാരിയായ സദഖകളായിരിക്കും. നിങ്ങൾ പള്ളിക്കും സംഘടനക്കും സമസ്തക്കും ഒക്കെ കൊടുക്കുന്ന സംഭാവനകളായിരിക്കും, സദഖകളായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകളായിരിക്കും. നിങ്ങൾക്ക് കയ്യിൽ പെട്ടെന്ന് ചെയ്യാവുന്ന അമല് എന്ന് പറഞ്ഞാൽ പിരിവിന്റെ പാട്ടയിലേക്ക് പൈസ ഇട്ട് കൊടുക്കലാണ്, പള്ളിക്കുറ്റിക്ക് കൊടുക്കലാണ്, പള്ളിയിൽ ഇങ്ങനെ പരിപാടി നടത്തുമ്പോൾ വലിയ വലിയ സംഭാവന കൊടുക്കലാണ്. വേറെ ഉള്ളതിനൊന്നും നേരല്ല. 5 നേരം തന്നെ നിസ്കരിക്കുന്നത് ഒരു കുതിരത്തിലങ്ങ് നടന്നു പോകുന്നതാണ്. അപ്പൊ പൈസയുള്ള ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് അമല് സ്വരുക്കൂട്ടാനും മഹ്ശറയിൽ തണലിന്റെ കനം കൂട്ടാനും പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാനും പണപ്പിരിവാണ് നല്ലത്, പണം കൊടുക്കലാണ്, സദഖ കൊടുക്കലാണ് നല്ലത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രസംഗം കഴിഞ്ഞോടുകൂടി പള്ളി മെമ്പറിന്റെ സൈഡിൽ നിന്ന് ഒരു ബക്കറ്റ് ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ നീങ്ങി വരും. നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഖുതുബ കേട്ടിരിക്കുന്ന ആളുടെ മുമ്പിൽ മൊത്തം മഹ്ശറായിരിക്കും, വേർപ്പായിരിക്കും, തലക്ക് മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യനായിരിക്കും. ഒരിറ്റ് തണലിന് വേണ്ടി ഇങ്ങനെ ഭാവനയിൽ കൊതിക്കായിരിക്കും. തണൽ കിട്ടാൻ ആകെ 500ന്റെ പടക്കണ നോട്ട് പെട്ടിക്കിടലല്ലാതെ വേറെ മാർഗ്ഗമില്ല, വേഗം പിരിവ് കൊടുക്കും. ഇതിന്റെ സൈക്കോളജിയാണ്. അത് പോട്ടെ. വിശ്വാസത്തിൽ ഊന്നി നിൽക്കാനും വിശ്വാസത്തിന് വിരുദ്ധമാകുന്ന ചിന്തകൾ മനുഷ്യരുടെ തലയിൽ വരാതിരിക്കാനും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും വീഡിയോയിൽ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് വഴിതെറ്റി പോകാതിരിക്കാനും ഉസ്താദുമാരുടെ കയ്യിലുള്ള ഏക സൂത്രപ്പണി പണം പിരിക്കാനും പേടിപ്പിക്കാനും മതത്തിൽ നിൽക്കുന്ന ആളുകളെ അവിടെ തന്നെ ഒതുക്കി നിർത്താനും മതം വിട്ടു പോകാനുള്ള ചിന്തയിൽ നിന്ന് ആളുകൾ അകറ്റി നിർത്താനും എന്നെ പോലുള്ള ആളുകളുടെ വീഡിയോ കാണാൻ ആളുകൾ മടി കാണിക്കാനും ഒക്കെ കൂടെ ഉസ്താദുമാരുടെ അടുത്തുള്ളത് ഒറ്റ സൂത്രം. അത് മരണത്തിൽ തുടങ്ങി ഖബറിലൂടെ പോയി ബർസഖയും കഴിഞ്ഞ് മഹ്ശറയിൽ എത്തി സിറാത്തും കടന്ന് നരകത്തിലേക്ക് വീഴുന്ന ആ ഒരു വിവരണത്തിൽ, ആ ഒരു ലൈവ് വിവരണം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി പിന്നെ കമ്മലായി മാലയായി പിരിവായി ഇങ്ങനെ വരികയായി. പള്ളി ഭണ്ഡാരം കുമിഞ്ഞുകൂടും, സംഘടനകൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും, ഉസ്താദുമാർക്ക് കുശാലാകും, വലിയ വലിയ കാറും പത്രാസും മാളികയുമാകും. കാരണം ഉസ്താദ് ഇത് ഓർമ്മിപ്പിക്കും,
അർഷിന്റെ തണലിന് വേണ്ടി ആളുകൾ പിരിവ് കൊടുക്കും. ഉസ്താദ് ഹാപ്പി, പിരിവ് കൊടുത്ത ആൾക്കാരും ഹാപ്പി, അള്ളേ ഹാപ്പി. ഇതൊക്കെ ഉസ്താദ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഉസ്താദ് അതും കൂടി പറഞ്ഞുതരും. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മഹ്ശറയിലൊക്കെ നമ്മളൊക്കെ നാളെ എഴുന്നേറ്റ് ചെന്ന് നിൽക്കേണ്ടതാണ് എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഇത് പറഞ്ഞത് ഒട്ടും തമാശയായിട്ടല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തമാശയായി തോന്നിയെങ്കിൽ അതിൻ്റെ കുറ്റമല്ല, അത് നിങ്ങളെ മാത്രം പ്രശ്നമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സാധനം അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അന്ന് ചില ആളുകൾ പറയും, യാ വൈലതാ ലൈതനി ലമത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സിലായോ? ഉസ്താദൊക്കെ പറഞ്ഞു തന്നത് നമ്മൾ മിഞ്ഞാന്ന് സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെയാണ്. നിങ്ങളെ കൂട്ടുകെട്ടുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മഹ്ശറയിൽ ഇങ്ങനെ എത്തപ്പെട്ടപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അവിടെ ചെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനാണ് നിങ്ങളെ ഈ കുടുക്കി കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ കൂടാനും എന്നെ തരാനും കിട്ടണ്ട, എന്നെ നോക്കണ്ട, എന്നെ കിട്ടൂല. അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഉസ്താദ് പറയുന്നത് ഇത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇന്ന ആളൊപ്പം കൂടിയതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്, തുണി കൊടുക്കാണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത്. തണലില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഏതെങ്കിലുമൊക്കെ ഉസ്താദിന്റെ വയലും കേട്ട് മരണവും കേട്ട് കബറും കേട്ട് പേടിച്ച് പള്ളിയിലേക്ക് പിരികൊടുക്കുന്നതിന് പകരം ഇസ്ലാമിനെയും പ്രവാചകനെയും കളിയാക്കുകയും പരിഹസിക്കുകയും തമാശ പറയുകയും അതിനെയൊക്കെ നിസാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ ലൈവിൽ പോയിരുന്ന് അവിടെ സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറും വാങ്ങിയിട്ട് നാളെ അർഷിലേക്ക് വാങ്ങേണ്ട തണല് വാങ്ങാനുള്ള പണമാണ് നിങ്ങൾ ചെലവാക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത്. ദീൻ എനിക്ക് വന്നു കിട്ടിയിട്ടും ഈ സന്ദേശങ്ങൾ വന്നു കിട്ടിയിട്ടും അവനാണല്ലോ എന്നെ വഴിപിടപ്പിച്ചത്. അള്ളാന്റെ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ച. ഞാൻ കൈ കഴുകും, എന്നെ നോക്കണ്ട ഉണ്ണി എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇവിടെ ചെങ്ങാത്തെന്ന് പറഞ്ഞാൽ നല്ല കുറെ നേരം കഥ പറഞ്ഞിരുന്നാലും, അതുപോലെ കുറെ നേരം അവരുടെ കൂടെ ഇരുന്നാൽ ഒരുപാട് ആനന്ദം, ഒരുപാട് സുഖം, ഒരുപാട് കഥകൾ, അതൊന്നുമല്ല ചെങ്ങാത്തത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതൊന്നുമല്ല. കമന്റ് ബോക്സിലിരുന്ന് 2 സ്മൈലി ഇട്ട് അതിന് മറുപടി ഇട്ട് ഒരു തമാശ കമന്റ് എഴുതി അതിൻ്റെ ഒരു മറുപടി കേട്ട് ചിരിച്ചുല്ലസിച്ച് ആസ്വദിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കരുത്. ഇതൊന്നല്ല ചങ്ങാത്തത്തിന്റെ ആസ്ഥാനം, അടിസ്ഥാനം. എന്താണ് ആസ്ഥാനം? എന്താണ് അടിസ്ഥാനം? ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് മഹ്ശറയിൽ അർശിന്റെ തണലൊരുക്കാൻ പാകത്തിന് നമ്മളെ ദീനിൽ അടിയുറച്ച് നിൽത്താൻ പ്രേരിപ്പിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞത്? അങ്ങനത്തെ ചങ്ങാത്തം ഉണ്ടെങ്കിലാണ് എങ്ങാനും നമ്മൾ സിറാത്ത് നിന്ന് കാല് സ്ലിപ്പായി താഴത്തേക്ക് ചാടിയാലും അപ്പുറത്തെത്തി പഠിച്ചവനോട് ശുപാർശ പറഞ്ഞ് നമ്മളെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചങ്ങായി. അങ്ങനത്തെ ചങ്ങായിമാരാണ് വേണ്ടത്. അല്ലാതെ ഇസ്ലാമിനെ കളിയാക്കുകയും ഇസ്ലാമിന്റെ കഥകൾ ഫതുൽ മുഈൻ എടുത്ത് വായിക്കുകയും ഹദീസിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചത് എടുത്ത് വായിക്കുകയും ചെയ്യുന്ന അത്തരം ചങ്ങായിമാരെ കൂടെ കൂടരുത്, അവരുടെ ലൈവിൽ പോകരുത് എന്നാണ് ഉസ്താദിന് ആദ്യമായും അവസാനമായും നിങ്ങളോട് പറയാനുള്ളത്. ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് നേരെ ഷഹാദത്ത് കലിമ ചൊല്ലി നൂറെ ഹബീബിയിലേക്കും അതേപോലെ തന്നെ എന്താണ് മറ്റേ സാധനത്തിന്റെ പേര്, അറിവിൻ നിലാവിലേക്കും ലൈവിലേക്ക് മാറുന്നവർ ദയവ് ചെയ്തിട്ടൊന്ന് പറഞ്ഞിട്ട് പോകണം. അത്രേ ഉള്ളൂ. ചെങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദം നാളെ പരലോകത്തെ കണ്ടുകൊണ്ടായിരിക്കണം, മഹ്ശറിനെ കണ്ടുകൊണ്ടായിരിക്കണം. നാളെ മഹ്ശറിൽ വന്നുകൊണ്ട് ഇവരൊക്കെ എന്റെ ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്നവരെയൊക്കെ എന്റെ ചങ്ങാതിയായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ പാണ്ടിപ്പടയിലെ പ്രതിജ്ഞ ചെയ്തിട്ട് വേണം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കാൻ. എൻ ഉയരണ്ണനുക്ക്, എൻ ഉടലണ്ണനുക്ക്, എൻ എന്താണ് ഏതാവത് തപ്പ് പണ്ണാൽ എൻ സാവ് അണ്ണൻ കയ്യാൽ ഏത്തുക്കറയും എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരല്പം രക്തവും ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങളത് ആലോചിക്കണം. ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ 313 ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബദരീങ്ങളെ കുതിരത്ത് എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് പേടിയാവുന്നില്ലേ കൂട്ടരെ? എന്താ ചെയ്യുക? ഇവർക്ക് പേടിയാണല്ലോ ഉസ്താദെ. ഇതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞാലും പേടിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യന്മാർ. എന്താ ചെയ്യുക? അങ്ങനെ മഹ്ശറിനെ തൊട്ട് നമ്മളെ വിലക്കുന്ന, ദീനിനെ തൊട്ട് നമ്മളെ വിലക്കുന്ന ബന്ധങ്ങളാണ്, സൗഹൃദങ്ങളാണ് നമുക്കുള്ളത് എങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറുവാൻ, പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, പേടിയുള്ളവരൊക്കെ ഇപ്പൊ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളും. വെറുതെ ഇവിടെ കിടന്ന് കമന്റ് എഴുതി കുന്തളിച്ച് ഉള്ള തണൽ കളയാൻ നിൽക്കണ്ട. നിങ്ങൾ ആ ഉസ്താദിന്റെ ഒപ്പം കൂട്ടുകൂടിക്കോളി. ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിന്റെ ഒപ്പം സിറാത്തുമക്ക് കയറിയാൽ ഇടയിൽ നിന്ന് കൈ തെറ്റി കാല് സ്ലിപ്പായി താഴെ വീണാലും ആരെങ്കിലൊക്കെ പിടിച്ചോണ്ടോ.
ഞാൻ പറഞ്ഞില്ല, എന്നെ നോക്കണ്ട. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ചെറിയ കുട്ടികൾ, ഇപ്പോൾ 8 വയസ്സും 9 വയസ്സും 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? 3 വയസ്സും 4 വയസ്സും തൊട്ട് ഈ തരത്തിലുള്ള വയലുകൾ, പേടിപ്പിക്കലുകൾ കേൾപ്പിച്ചുകൊണ്ടാണ് പല മദ്രസകളിലും കുട്ടികൾ വളർത്തപ്പെടുന്നത്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന പാഠം വളരെ ചെറിയ പ്രായമാണ്. എങ്ങനെയാണ് വിശ്വാസികൾ ഇത്രയ്ക്ക് പേടിയുള്ളവരാകുന്നതെന്നും എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇത്രയൊക്കെ അറിവ് നേടിയിട്ടും വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇത്തരം വിശ്വാസങ്ങളിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഭയപ്പെടുന്നത് എന്നും ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. ഈ ഉസ്താദൊക്കെ നിസ്സാരം വയലാണ്. ഇതൊന്നും പേടിപ്പിക്കലല്ല. സത്യമായിട്ടും എനിക്ക് ഈ വയൽ കേട്ടിട്ടൊന്നും പേടിയില്ല. പേടിപ്പെടുത്തുന്ന വയലുകൾ വേറെയുണ്ട്. ഹുസൈൻ സലഫിയുടെ വയലുണ്ട്. ഉമ്മാനെയും വാപ്പാനെയും കൂടപ്പറപ്പുകളെയൊക്കെ മഹ്ശറയിൽ കണ്ടുമുട്ടുന്ന രംഗം മുജാഹിദ് ബാലുശ്ശേരി നിലവിളിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, വാപ്പാനെ കാണുമ്പോൾ മോൻ ചോദിക്കും, കരഞ്ഞോണ്ട് ചോദിക്കും, വാപ്പ നിങ്ങൾ അമലിൽ നിന്ന് കുറച്ച് അമൽ എനിക്ക് തരും വാപ്പ, നിങ്ങൾ എനിക്ക് BMW വാങ്ങി തന്നു, നിങ്ങൾ എനിക്ക് 4 നില വീട് വെച്ച് തന്നു, നിങ്ങൾ എനിക്ക് നല്ലൊരു കുട്ടിനെ കല്യാണം കഴിപ്പിച്ച് തന്നു വാപ്പ, അത് പോരെ വാപ്പ, നിങ്ങൾ എന്തെങ്കിലും ഒരു അമല്, കുറച്ചൊരു അമലിന്റെ കുറവ് എനിക്കുള്ളൂ വാപ്പ, നിങ്ങൾ എന്തെങ്കിലും തന്നിന്നെ സഹായിക്കണം വാപ്പ എന്ന് മഹ്ശറയിൽ നിന്ന് വാപ്പാനെ കണ്ടുമുട്ടുമ്പോൾ ഈ ഉസ്താദ് പറഞ്ഞത് മുണ്ടൂല എന്നാണല്ലോ. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വാപ്പാനെ കാണുമ്പോൾ കുട്ടികൾ കെഞ്ചി കരഞ്ഞ് ചോദിക്കും വാപ്പാനോടും ഉമ്മാനോടും, എന്തെങ്കിലും ഒരു പള്ളിക്ക് ഒരു 500 റുപ്യ സംഭാവന ചെയ്തതിൻ്റെ ആ ഒരു അമലെങ്കിലും നിങ്ങൾ എനിക്ക് തരണം വാപ്പ. അപ്പോൾ വാപ്പ പറയും മോനോട്, മോനെ അമലൊന്നും അങ്ങനെ കൊടുക്കാൻ കഴിയൂല, അവനാൻ്റെ അമൽ അവനാൻ ചെയ്തതേ ഉണ്ടാവുള്ളൂ, വാപ്പാൻ്റെ അമലൊന്നും മോനെ അണക്ക് തരാൻ പറ്റൂല. മാത്രമല്ല എൻ്റെ അടുത്തുള്ള വല്ല അമലും അണക്ക് തന്നിട്ട് പൊന്നാര മോനെ ഈ അമലിൻ്റെ കുറവിൽ ഞാൻ എങ്ങാനും നരകത്തിൽ പോയാലോ, അതുകൊണ്ട് വാപ്പാനോടൊന്നും തോന്നല്ലേ മോനെ, അമലൊന്നും തരാൻ പറ്റൂല മോനെ എന്ന് പറഞ്ഞിട്ട് വാപ്പ തടി സലാമത്താക്കും. നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞ ഓരോ മനുഷ്യനും സ്വന്തം ശരീരത്തെക്കുറിച്ച് വിലപിക്കും. നിങ്ങൾ ഇന്നെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് ചിന്തിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. ഇതൊക്കെ നിങ്ങളിതൊക്കെ ആലോചിക്കണം. ഞാൻ ഇത് തമാശയായിട്ട് പറയാൻ നിങ്ങൾക്ക് തോന്നിയോ? ഇന്ന് ഞാൻ പറഞ്ഞത് തമാശയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ സുഹൃത്തുക്കളെ? ഞാൻ എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഉസ്താദ് എടുക്കുന്ന എഫേർട്ടിന് നമ്മൾ വിലമതിക്കുന്നു. അതുകൊണ്ടാണ് ഉസ്താദിന്റെ ഫീലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പറഞ്ഞു തന്നത്. ഉസ്താദ് പറയാൻ വിട്ടുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇങ്ങനെ ഭീകരമായ രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് പടച്ചോൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പടച്ചോൻ തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാമാന്യമായ ബുദ്ധിയുള്ളവന് പേടിച്ച് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് നരകത്തെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ ഇന്ന് പേടിച്ചില്ലേ എന്ന് പടച്ചോൻ ചോദിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയൊക്കെ നിങ്ങളെ വഴി നിങ്ങളെ പാടായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കാം.